ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ മേക്ക് ഓവർ ചെയ്യുന്നത് കിച്ചണും ഡൈനിങ്ങും ഒക്കെ ആണല്ലോ. ഇന്നൊരു ചെറിയ മേക്ക് ഓവർ പരിപാടി പിടിച്ചിരിക്കുന്നത് ഡ്രസ്സിലാണ് കേട്ടോ. ഇത് ഇക്കാടെ ഷർട്ടാണ്. ഒരു 3 വർഷം മുമ്പ് പെരുന്നാളിന് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ടുള്ള ഒരു കളറാണ്. പക്ഷേ ഇക്ക അധികം ഇത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ആളൊരു ടീ-ഷർട്ട് ലവറാണ്. വല്ല കല്യാണമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഷർട്ട് യൂസ് ചെയ്യുക. എന്തായാലും ഞാൻ അതിനെ എടുത്ത് കയ്യും കഴുത്തുമൊക്കെ വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കേസൊന്നും കൂടാതെ കയ്യും കഴുത്തുമൊക്കെ വെട്ടാൻ പറ്റുന്ന ഒരാളാണല്ലോ ടൈലർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഞാനൊന്ന് കറക്റ്റായിട്ട് ഒരു ചതുര കഴുത്താണ് ഫ്രണ്ടിൽ കൊടുത്തത്. കോളർ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ കഴുത്തിന് എത്ര അകലമാണോ വേണ്ടത്, എത്ര ഇറക്കമാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഫ്രണ്ട് ബാക്ക് ഒരു റൗണ്ട് കഴുത്തും കൊടുത്തേ. എന്നിട്ട് ദേ ഈ ഒരു ബട്ടൺസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് കൂട്ടിത്തെക്കുകയാണ് കേട്ടോ. എനിക്ക് ഇത്തിരി ടൈറ്റാണ് വയറിൻ്റെ ആ ഒരു ഭാഗം. അപ്പോൾ ഇത് തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് ആവില്ല എന്നൊക്കെ ചെറിയൊരു ആശങ്ക എനിക്കില്ലാതില്ല. പക്ഷേ ഇത് ഒഴിവാക്കാൻ തോന്നുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണേ. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ കൂട്ടി തയ്ച്ചു കൊടുക്കുക. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഷർട്ടൊക്കെ ആളിടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു നോക്കാം കേട്ടോ. നമുക്ക് പുതിയൊരു പുത്തൻ ഉടുപ്പായിട്ട് എടുക്കാനായിട്ട് പറ്റും. കുറച്ച് ലേസും കാര്യങ്ങളും ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ ഉടുപ്പായിട്ട് എടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ദേ ഇവിടെ കഴുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് കൈയുടെ ബാക്കി നമ്മൾ വെട്ടിയെടുത്ത പീസിൽ നിന്നാണ് കേട്ടോ കഴുത്ത് വെച്ച് തയ്ച്ചു കൊടുക്കുന്നത്. ക്രോസ് പീസ് ഇട്ട് വേണം എന്നുണ്ടെങ്കിൽ തയ്ച്ചിട്ട് നമുക്ക് മറിച്ചിട്ടൊക്കെ അടിക്കാം. പക്ഷേ എനിക്ക് എപ്പോഴും എളുപ്പം ഇതാണ് കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം. ഷർട്ടായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു റൗണ്ട് കഴുത്തിനെക്കാട്ടിയും ഈ ഒരു ചതുര കഴുത്ത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മൾ 2 പീസ് തുണി സെപ്പറേറ്റ് ചെയ്യുന്നില്ലല്ലോ. ഷർട്ടിൻ്റെ രൂപത്തിൽ തന്നെ വെച്ചുകൊണ്ടാണല്ലോ ഇതേണക്കൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഈസി ചതുര കഴുത്താണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കതായിരുന്നു കേട്ടോ എളുപ്പം. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി സിമ്പിളാണ്. ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇങ്ങനെ മടക്കുക, ഒന്നും കൂടി മടക്കുക, അകത്തേക്ക് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് അരികത്തും കൂടെ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് അപ്പോൾ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട്, 1/2 ഇഞ്ച് അല്ലല്ലോ, ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിത് ഇതേപോലെ ഒരു ഫ്ലവർ ലൈസ് വൈറ്റ് കളറും കൂടി കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണേ. ഈ ഒരു ലൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ്, നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ലേസും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം കുറച്ചും കൂടി ഒരു ലുക്ക് ഉണ്ടാവും കാണാനെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ പറയട്ടോ എത്രത്തോളം രസമുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതേ ഇവിടെ കഴുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കഴുത്ത് മുകൾ ഭാഗത്തും ലേസ് താഴെയായിട്ട് തോന്നില്ലേ? അങ്ങനെയല്ല കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിൽ ഉള്ള തുണിയാണ് നിങ്ങൾക്ക് ആ മുകൾ ഭാഗത്തായിട്ട് തോന്നുന്നത്. ലേസ് ഞാൻ കറക്റ്റ് എൻഡിലായിട്ടാണ് കേട്ടോ തയ്ച്ചു കൊടുത്തേക്കുന്നത്. ഇവിടെ എൻ്റെ വീട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇക്കയുടെ ടീഷർട്ടാണെങ്കിലും ഷർട്ടാണെങ്കിലും കുറച്ച് നാൾ ഇക്ക യൂസ് ചെയ്യും കേട്ടോ. അതായത് ആളിന് പുറത്തിട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ടൈമുണ്ടല്ലോ, അത്രയും സമയം വരെ ഇക്ക അത് യൂസ് ചെയ്യും. അത് കഴിഞ്ഞാൽ അതെനിക്ക് സ്വന്തമാണ് കേട്ടോ. പിന്നെ ഞാനത് വീട്ടിൽ യൂസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടീഷർട്ട് ഷർട്ടും ഒക്കെ കിട്ടും കേട്ടോ. കാരണം ഞാനിപ്പോൾ ഒരു വർഷം, അതായത് ഒരു ഡ്രസ്സ് എടുത്താൽ ഒരു 5 വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ ആ ഡ്രസ്സ് എൻ്റെ കയ്യിൽ കാണും കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇടാൻ പറ്റുന്നില്ലാത്ത ഒരു സ്റ്റേജ് വന്നാൽ നമ്മളത് എടുക്കാതെ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇക്കായൊക്കെ ആണെങ്കിൽ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ, ഒരു 2-3 മാസത്തിനകത്ത് തന്നെ അവരുടെ ആ ഡ്രസ്സ് എൻഡിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് വാസ്തവകരമായ കാര്യം. നമ്മളെ കിട്ടിയാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് ചീത്തയാക്കുമല്ലോ. വീട്ടിലൊക്കെ ടീഷർട്ടൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവും. അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി കേട്ടോ. കറങ്ങി തിരിഞ്ഞിക്കാത്ത ഡ്രസ്സുകളെല്ലാം എൻ്റെ കയ്യിൽ തന്നെ എത്തും എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. ഓക്കെ, കൈ ഞാൻ തയ്ച്ചു കൊടുത്തേക്കുന്നത് വണ്ണം കുറയ്ക്കുകയല്ല കേട്ടോ ചെയ്തത്, ഞൊറിവ് എടുത്തു കൊടുക്കുകയാണ് ചെയ്തത്. ഏറ്റവും എൻ്റെ ഭാഗത്ത് നീളത്തിൻ്റെ അവിടെ ഞൊറിവ് എടുത്തു കൊടുത്തു. എത്രയാണോ എൻ്റെ അളവ് അതിനനുസരിച്ചിട്ട്. എന്നിട്ടൊരു കുട്ടി പട്ട പോലെ സൈഡിൽ വെച്ച് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് ഞാൻ വിചാരിച്ചു ഷർട്ടിൻ്റെ അതേപോലത്തെ കൈ ചെയ്തെടുക്കാമെന്ന്, പിന്നെ ഓർത്തു വേണ്ടാന്ന് കേട്ടോ. ചിലപ്പോൾ സെറ്റായില്ലെങ്കിലോ എന്നോർത്തിട്ട് ഇങ്ങനെ ഇതേപോലെ കൈ അടിച്ചെടുത്തിട്ടുണ്ട്. ആ കൈയുടെ ഭാഗത്ത് നമുക്ക് ഈ ഒരു ലേസ് വെച്ച് കൊടുക്കാം. രസമില്ലേ? എങ്ങനെയുണ്ട്? ഈ ഒരു ലേസ് കാണാൻ ഭംഗിയുണ്ടോ ഇല്ലയോ എന്ന് പറയട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലത്തെ കുട്ടി വൈറ്റ് കളർ ലേസുകൾ കേട്ടോ. വൈറ്റ് ആകുമ്പോൾ നമുക്ക് യെല്ലോയുടെ അതുപോലെ ബ്ലാക്കിൽ റോസും വൈറ്റും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അതായത് കോമ്പിനേഷൻ വരത്തില്ലേ അത്. ഏതിൻ്റെ കൂടെയും വൈറ്റ് നല്ല ഭംഗിയാണ്. എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ ലെമൺ യെല്ലോയിൽ ഈ ഒരു വൈറ്റ് ലൈസൊക്കെ വെച്ചിട്ട് കുഞ്ഞു കുട്ടീസുകളുടെ ഫ്രോക്കാണെങ്കിലും ചുരിദാറാണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലേ എന്ന് കമൻറ്റ് ചെയ്യണേ. കഴുത്തും കൈയും ലേസ് വെച്ചാൽ പിന്നെ ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, അത് കൂട്ടിയെടുത്തില്ലേ ബട്ടൺസിൻ്റെ ഭാഗം, അവിടെ എന്തായാലും ബട്ടൺ ഹോൾ ഉണ്ടല്ലോ, അത് വിസിബിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടി ഞാൻ ഈ ലൈസ് വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറയട്ടോ. അതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തേക്കുന്നത് പലാസോ പാൻറ്റാണ്. ഈ ഒരു പാൻറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ആദ്യം കൊണ്ടുവന്നപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇക്ക വാങ്ങി തന്നിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഉടുപ്പ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.